8 വർഷത്തെ ദീർഘമായിട്ടുള്ള പ്രണയത്തിന് ശേഷമാണ് അവർ വിവാഹിതരാകുന്നത്. വെറും 2 ദിവസം മാത്രമാണ് അവർ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലുണ്ടായിട്ടുള്ളത്. അതിനുശേഷം അവർ മലേഷ്യയിലേക്ക് ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അവിടുന്ന് ഒരു 2 ആഴ്ചക്ക് ശേഷം തിരിച്ചു വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ അവര് വിവാഹം കഴിഞ്ഞിട്ട് ആകെ 10-16 ദിവസമേ ജീവിച്ചിട്ടുള്ളൂ. ഒരുപാട് സ്വപ്നങ്ങളാണ് അവരുടെ മനസ്സ് നിറയുള്ളത്. അപ്പൊ ആ സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് ഇനി എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം ആഘോഷിക്കണം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും ഇന്നലെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത്. അവരെ സ്വീകരിക്കാൻ അവരുടെ പ്രിയപ്പെട്ട അച്ഛനും 2 പേരുടെയും അച്ഛന്മാരാണ് പോയത്. അങ്ങനെ 2 പേരുടെയും അച്ഛന്മാർ അവിടെ എത്തി കാറിൽ കയറിയിട്ട് ചെറിയ സന്തോഷങ്ങളൊക്കെ പങ്കിട്ട് വരുന്ന സമയത്താണ് പൊടുന്നനെ വിധി അവരെ പിടികൂടുന്നത്. 4 പേരും ഈ ലോകത്തിനോട് വിട പറയുന്ന അപകടം ഇന്നലെ പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ സംഭവിക്കുമ്പോൾ 2 കുടുംബങ്ങൾ അനാഥരാകുന്ന രീതിയിലാണ് ആ അപകടം നടന്നത്. അനുവും അനുവിന്റെ അച്ഛനും ഒരു ഭാഗത്ത് ഈ ലോകത്തിനോട് യാത്ര പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് നിഖിലിന്റെ അച്ഛനും പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം സങ്കടമുള്ള അല്ലെങ്കിൽ മനസ്സ് വല്ലാതെ നീറുന്ന ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. 8 വർഷത്തെ മനോഹരമായിട്ടുള്ള പ്രണയത്തിന് ശേഷം വിവാഹം കഴിഞ്ഞ് 2 ആഴ്ചകൾ മാത്രമാണ് അവർക്ക് ജീവിതം പങ്കിടാൻ കഴിഞ്ഞത്. രണ്ടാഴ്ച മലേഷ്യയിൽ അവര് നല്ല രസകരമായിട്ട് ജീവിച്ചിട്ട് 8 വർഷത്തെ പ്രണയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ കുടുംബത്തില് ഇവര് മലേഷ്യയിലേക്ക് പോകുന്നതിന്റെ 2 ദിവസം മുന്നേ വിവാഹത്തിന് വേണ്ടി കൂട്ടുകുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ആ കുടുംബം 2 പേരുടെയും കുടുംബം കൂട്ടുകുടുംബങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഇന്ന് കാലത്ത് ആ കൂട്ടുകുടുംബങ്ങൾ അവർ തിരിച്ചു വരുന്നു സന്തോഷം അറിഞ്ഞതിനപ്പുറം ആ കുടുംബത്തിലേക്ക് എത്തിയത് നിറ കണ്ണുകളുമായിട്ടാണ്. ജീവനോട് കൂടി ഒന്ന് കാണുവാനോ സംസാരിക്കുവാനോ കഴിയാതെയാണ് അവർ ഈ ലോകത്തിനോട് പൊടുന്നനെ വിട പറഞ്ഞിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷിക്കണം, അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം കൂട്ടുകുടുംബങ്ങളിലൊന്നും പോയിട്ടില്ല. കൂട്ടുകുടുംബങ്ങളിൽ പോയിട്ട് അവർ വിരുന്നിനൊന്നും പോയിട്ടില്ല. അപ്പൊ വിരുന്നിന് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടുകുടുംബങ്ങള്, അതുപോലെ തന്നെ അവർ കാലത്ത് എത്തുമ്പോൾ അവർക്കുള്ള ഭക്ഷണം റെഡിയാക്കിയിരിക്കുന്ന അമ്മ, അവരുടെ പ്രിയപ്പെട്ടവര്. പക്ഷെ ഇതൊന്നും സ്വീകരിക്കുവാനോ കാണാനോ കഴിയാതെ പൊടുന്നനെ 2 കുടുംബങ്ങളിൽ നിന്ന് 4 പേര് യാത്രയായിരിക്കുകയാണ്. 8 വർഷത്തെ പ്രണയത്തിന് ശേഷം എന്തെല്ലാം ഓർമ്മകൾ അവർക്ക് പങ്കുവെക്കുവാനുണ്ട്. അവർ ജോലിയൊക്കെ ശരിയാവട്ടെ എന്ന് വിചാരിച്ച് റിസ്ക് എടുത്ത് അത്രയും കാലം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് വിവാഹം നടക്കുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ മരണങ്ങൾ അല്ലെങ്കിൽ ഓരോ അപകടങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ പകഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി വരുന്ന ആ 4 കുട്ടികൾക്ക് മേലെ ലോറി പാഞ്ഞു കയറി ആ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നടന്ന സങ്കടങ്ങൾ കുടുംബത്തിനും നമുക്കൊക്കെ മനസ്സിൽ നിന്ന് ആ മുറിവ് ഉണങ്ങുന്നതിന് മുന്നെയാണ് ഇന്ന് കാലത്ത് പൊടുന്നനെ നമ്മളിലേക്ക് ഈ ഒരു വാർത്ത എത്തുന്നത്. വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന കുടുംബമാണ്. അവർ 2 പേരും ഒരുമിച്ച് ഒരുപാട് കാലം പ്രണയിച്ച് ഇപ്പോൾ ഇതാ അവര് ഒരുമിച്ച് തന്നെ ഈ ലോകത്തിനോട് എല്ലാ സന്തോഷങ്ങളും പങ്കിട്ട് ഒരുപാട് വീഡിയോ പിടിച്ചു മലേഷ്യയിൽ പോയിട്ട് ഒരുപാട് ഫോട്ടോ എടുത്ത് തന്റെ പ്രിയപ്പെട്ടവർക്ക് അവിടുത്തെ കാഴ്ചകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് തിങ്ങി നിൽക്കുക. അമ്മയോട് പറയണം, അച്ഛനോട് പറയണം, ഇന്ന സ്ഥലങ്ങളുണ്ട്, ഇന്ന കാഴ്ചകളുണ്ട്, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് അവർ വരുന്നത്. അതിനപ്പുറം അവരുടെ 8 വർഷത്തെ പ്രണയത്തിനിടയിൽ അവർ സെറ്റ് ചെയ്ത അവരുടെ ലൈഫിന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഒന്നിനും യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ അനുവും നിഖിലും ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. ലവ് ഈസ് ലവ് ബട്ട് ലൈഫ് ഈസ് ഷോർട്ട് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ. സ്നേഹം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് നമുക്ക് പല രീതിയിൽ. പക്ഷെ ആ സ്നേഹത്തിനെ മുഴുവൻ അനുഭവിച്ചറിയാൻ കഴിയില്ല, കാരണം ലൈഫ് ഈസ് ഷോർട്ട്. ശരിയാണ്. അനുവിന്റെയും നിഖിലിന്റെയും കാര്യത്തിൽ നോക്കുമ്പോൾ വളരെ കുറച്ചാണ് അവർക്ക് ഒന്നിച്ച് ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് ജീവിക്കുവാനുള്ള സമയം കിട്ടിയിട്ടുള്ളത്. ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടവും ഒരു ഉള്ളിൽ വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നുന്നു. അപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും?
വീട്ടിലേക്ക് എത്താൻ കുറച്ച് സമയമുള്ളൂ, 7-8 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളൂ. അമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സേഫ്റ്റി ആയിട്ട് ഇറങ്ങിയ അമ്മേ, അതുപോലെ തന്നെ ഞങ്ങൾ കാറിൽ കയറിയിട്ടുണ്ട്, ഈ വാർത്തകളൊക്കെ വീട്ടിലേക്ക് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി ദൈവത്തിനെ സ്തുതിച്ച് നിൽക്കുമ്പോ പിന്നെ കേൾക്കുന്ന വാർത്ത മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നതാണ്. കാരണം പൊടുന്നനെ കാറ് ആ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ അടിയിലേക്ക് ഇടിച്ച് കയറിയിട്ട് 4 പേരും, നിഖിലിന്റെയും അതുപോലെ തന്നെ അനുവിന്റെയും അച്ഛന്മാരാ എയർപോർട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി പോയത്. എത്ര സന്തോഷത്തോട് കൂടിയിട്ട് അവർ സ്വീകരിക്കാൻ വേണ്ടി പോയത്. എന്താണെങ്കിലും നമുക്ക് ജാതിയോ മതമോ ഒന്നും അല്ല ഇവിടെ നോക്കേണ്ടത്. പലപ്പോഴും പല മരണങ്ങൾ വരുമ്പോൾ വളരെ മോശം കമന്റ്സുകളൊക്കെ ഇടുന്ന ആളുകളുണ്ട്, മനുഷ്യത്വമില്ലാത്തവരാണ്, അവരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് എവിടെ എങ്ങനെ നടക്കുമ്പോഴും ആ രീതിയിൽ ആ ഒരു കുടുംബത്തിന് ആശ്വാസമേകുന്ന കമന്റ്സുകളും പ്രാർത്ഥനകളുമാണ് ഇത്രയും വീഡിയോയിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. അതല്ലാതെ നമ്മൾ അവരുടെ മരണത്തെ വിളിച്ചു പറഞ്ഞൊരു കാര്യമില്ല. എന്താണെങ്കിലും പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആ കുടുംബത്തിനൊക്കെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട്, അവരുടെ കൂടപ്പിറപ്പുകൾക്ക് ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി. നോക്കണം ആ ഓരോ രംഗങ്ങൾ അല്ലെങ്കിൽ ഓരോ അവസ്ഥകൾ, എന്തെല്ലാം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം മോഹങ്ങളാണ് ബാക്കി വെച്ചിട്ട് ആ കുടുംബം പോയത്. അതിനപ്പുറം ഒരുപാട് കാലം ജോലിയൊക്കെ ചെയ്ത് കുറച്ചു കാലം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചവരായിരിക്കും ആ 2 അച്ഛന്മാര്. പക്ഷെ അവരും ഒരു നിമിഷം കൊണ്ട്, ഒരു ചെറിയ ഉറക്കം കൊണ്ടാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഉറങ്ങിയത് കൊണ്ടാണ് കാറിന്റെ ഉള്ളിലേക്ക് നേരെ ഇടിച്ച് കയറിയതെന്ന് പറയുന്നത്. ഈ മരണം ഇത്രയും സംഭവങ്ങളൊക്കെ നമുക്ക് മുന്നിൽ വരുമ്പോൾ ഒരു കാര്യമാണ് പറയാനുള്ളത്. മിക്കപ്പോഴും ഈ മലേഷ്യയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകളൊക്കെ അത് തിരുവനന്തപുരത്തേക്കാണെങ്കിലും എറണാകുളത്തേക്ക് കൊച്ചിയിലേക്കാണെങ്കിലും കാലത്തൊരു 3 മണിക്കൊക്കെയാണ് ലാൻഡ് ചെയ്യുന്നത് മിക്കവാറും. അപ്പൊ ആ ഒരു സമയം 3 മണി കഴിഞ്ഞ് ഒരു 3:30 ആകുമ്പോഴത്തേന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിളിക്കാൻ പോകുന്ന നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും. വീട്ടിൽ നിന്ന് പാതി ഉറക്കത്തിൽ വിളിക്കാൻ പോയി, പിന്നെ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, പിന്നെ അവര് വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകും. പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ ആ നേരത്തെ എയർപോർട്ടിൽ പോകുമ്പോൾ സൂക്ഷിക്കുക, ഉറങ്ങിപ്പോകുന്നത് തന്നെ അറിയില്ല. ചെറുപ്പക്കാരൊക്കെ പിന്നെയും കുറച്ച് പിടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. പ്രായമാകും തോറും നമുക്ക് ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ പവറും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഉറക്കം വരുന്നത് പോലും നമുക്ക് ഒരു പക്ഷെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയിട്ട് ഒരു ചെറിയ നിമിഷം മതി. ഇത്രയും സ്പീഡിൽ പോകുന്ന കാർ നമ്മൾ ഉറങ്ങിപ്പോകുന്ന സമയത്ത് അറിയാതെ കാറിന്റെ ആക്സിലേറ്റർ അമർന്നു പോകും. നമ്മുടെ കാലിന്റെ ഭാരം കൊണ്ട് സ്പീഡ് കൂടിപ്പോകും, ഓവർ സ്പീഡ്. അങ്ങനെയൊക്കെയാണ് ഉറക്കത്തിലായിത്തീരുന്നത്. അപ്പൊ എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ സമയത്തൊക്കെ വരുമ്പോ മുന്നിലൊരാൾ സംസാരിക്കാൻ നിർബന്ധമായിട്ടും ഇരിക്കണം. അതല്ലെങ്കിൽ അറിയാതെ ഉറങ്ങിപ്പോകും. ഇനി ഉറക്കം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അവിടെ കൂടുതലായിട്ട് റിസ്ക് എടുക്കാൻ നിൽക്കരുത്. വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് ചിലപ്പോൾ ഒരു പക്ഷെ ഒന്ന് ഉറങ്ങിയാൽ മനസ്സൊന്ന് ഫ്രീ ആകും, മുഖമൊക്കെ ഒന്ന് കഴുകിയതിനു ശേഷം. അതല്ലാതെ കുറച്ച് സമയം കൂടി ഉള്ളൂ എന്ന് വിചാരിച്ച് ചവിട്ടി സ്പീഡിൽ വിടും. നമ്മൾ വീട്ടിലെത്തിയാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ എന്നേക്കുമായിട്ടുള്ള ഉറക്കത്തിലേക്കായിരിക്കും നമ്മൾ പോവുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഒരു അവയർനെസ് കൂടിയാണ് ഈ വാർത്ത ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. റിസ്ക് എടുത്തുകൊണ്ട് ഉറക്കത്തെ നമ്മൾ കീഴ്പ്പെടുത്താം എന്ന് വിചാരിച്ചിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോകും. പ്രത്യേകിച്ചിട്ട് പകൽ സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ചവരാണെങ്കിൽ. അപ്പൊ പ്രത്യേകിച്ചിട്ട് ഈ അനുവിന്റെയും നിഖിലിന്റെയും കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കാരണം അതല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു വഴിയുമില്ല. അത്രേ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ആ കുടുംബത്തിന്റെ വാർത്ത എന്ന് നമുക്ക് കാണാൻ കേൾക്കാൻ കഴിഞ്ഞത്. അനുവിൻ നിഖിലിന്റെ ഒക്കെ അമ്മ നിഖിലേ എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് കരയുന്ന വീഡിയോ നമുക്ക് കാണാനുള്ളത്. 8 വർഷത്തെ പ്രണയത്തിന് ശേഷം അവർ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ട്. ആ സ്വപ്നങ്ങൾ അവിടെ മലേഷ്യയിൽ പോയി സംസാരിച്ചു. അതിനുശേഷം നാട്ടിൽ വന്ന് കൂട്ടുകുടുംബങ്ങളെ കാണണം, വിരുന്നു പോകണം, അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, തൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത് പോയിട്ട് അവരുടെ സന്തോഷങ്ങൾ പങ്കിടണം. എന്തെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ